ഒരു അടിപൊളി പെസഹായും കൂടെ വന്നിരിക്കുകയാണ്. പങ്കുചേരലിൻ്റെയും മുറിക്കപ്പെടുന്നതിൻ്റെയും ഒരു ഒത്തുചേരലാണ് പെസഹ. നമുക്ക് ഇന്ന് അത് ആഘോഷിക്കാം. നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്റെ വിരുന്നശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവർ കാണിച്ചു. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായി. അങ്ങനെ പെസഹ അപ്പം നമ്മൾ മുറിക്കാൻ പോവുകയാണ്. നമ്മളുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളാണ് പെസഹ അപ്പം മുറിക്കേണ്ടത്. മുതിർന്ന ആൾ വീതം ഇളയവർ വരെയുള്ള കണക്കിലാണ് നമ്മൾ പെസഹ അപ്പം മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും മൂത്തയാൾ ആദ്യവും കുടുംബത്തിലെ ഏറ്റവും ഇളയാൾ അവസാനവും വാങ്ങിയാണ് പെസഹ അപ്പ ചടങ്ങ് നമ്മൾ ആഘോഷിക്കാറ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പെസഹ അപ്പ ആചരണം. ഇന്ന് പെസഹ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഹേസമ്മയാണ് ഏറ്റവും ഇളയാൾ. അപ്പോൾ ഹേസമ്മ പെസഹ അപ്പം വാങ്ങിച്ച് ഇന്ന് നമ്മൾ പെസഹ മുറിച്ച് സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുവച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഹേസമ്മ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. നമ്മൾ പള്ളിയിലൊക്കെ രാവിലെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈസ്റ്ററും കൂടെ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈസ്റ്റർ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഈസ്റ്റർ മുട്ട പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കിട്ടിയായിരുന്നു. അപ്പോൾ ഹേസുമ്മ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹേസുമ്മ നമ്മൾക്ക് ആർക്കും ഈസ്റ്റർ മുട്ട കയ്യിൽ തരുന്നില്ല. അവൾക്കത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ സമ്മതിച്ചില്ല. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പള്ളി തൊട്ടേ അതിങ്ങനെ പിടിച്ച് വന്നേക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഈസ്റ്ററും പെസഹയും ഒക്കെ ആശംസിക്കുന്നു. പുതിയൊരു ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.